വയനാട്ടിലേക്ക് പോകാം. വയനാട് നിന്ന് ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. വയനാട് എങ്ങനെയാണ്? വയനാടും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് നിലവിലെ സ്ഥിതി? മഴയ്ക്ക് ശമനമുണ്ടോ? അവന്തിക, ഗുഡ് മോർണിംഗ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെയേറെ ആശങ്കാജനകമായ ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. കൽപ്പറ്റ മണിയങ്കോട് ഭാഗത്താണ് ഞാനുള്ളത്. മണിയങ്കോട് ഭാഗത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ ആണ്. മണിയങ്കോട് ഭാഗത്ത് ഇപ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെ മഴയില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ വളരെ ആശ്വാസകരമായിരുന്നു. ബത്തേരി അതുപോലെ തന്നെ മാനന്തവാടി ഭാഗങ്ങളിലും മഴയ്ക്ക് ഇന്നലെ രാത്രിയും അതുപോലെ ഇന്ന് രാവിലെയും അല്പം ശമനമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ളത്. എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. എന്നാൽ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. രാവിലെ വലിയ മഴയുണ്ടായിരുന്നില്ല, പിന്നീട് വളരെ ശക്തമായ മഴയിലേക്ക് പോവുകയായിരുന്നു. മേപ്പാടി മാത്രമായിരുന്നു ഇന്നലെ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നത്. ഇന്നും മഴയുണ്ട് എന്ന് ആണ് അറിയുന്നത്. എന്നാൽ അത് ശക്തമല്ല, തീവ്രമല്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 279 മില്ലിമീറ്റർ തോതിലാണ് ഇന്നലെ ലക്കിടിയിൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള, അതായത് 24 മണിക്കൂറിനുള്ളിലുള്ള മഴയുടെ തോത് ലക്കിടിയിലാണ് ഏറ്റവും കൂടുതൽ. 279 മില്ലിമീറ്ററാണ് മഴ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് 3 താലൂക്കുകളിലായി മാനന്തവാടി, ബത്തേരി അതുപോലെ തന്നെ വൈത്തിരി താലൂക്കുകളിലായി 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇതിൽ 461 ആളുകളാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 169 കുടുംബങ്ങളിലായി 461 ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 152 പുരുഷന്മാരും 188 സ്ത്രീകളും 98 കുട്ടികളും 23 പ്രായമായവരുമാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. മറ്റ് സജ്ജീകരണങ്ങളൊക്കെ സുസജ്ജമാണ്. ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായാൽ അതിനെ നേരിടാൻ ജില്ല സുസജ്ജമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾ അതുപോലെ തന്നെ കോളേജുകൾ എന്നിവയ്ക്ക് അവരുടെ മേലധികാരികളുടെ ഉറപ്പിന്മേൽ അല്ലെങ്കിൽ അവരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അവധി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. എന്തായാലും അവധി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് എന്തായാലും അവധിയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് വിനോദസഞ്ചാര മേഖലകൾ 2 ചുരങ്ങൾ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2 ചുരങ്ങൾ എന്ന് പറയുന്നത് പാൽച്ചുരം ഇന്നലെ ഇടിഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ താമരശ്ശേരി ചുരവും അത്രയേറെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം കാലാവസ്ഥ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര അതിന് വളരെയേറെ ശ്രദ്ധിക്കണം. അത്യാവശ്യക്കാർ മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ട്രക്കിംഗ് അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും വയനാട് നിന്ന് കോഴിക്കോടുമുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യവും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്.